LDF ഓച്ചിറ പടിഞ്ഞാറ് മേഖല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വലിയകുളങ്ങരയിൽ നടത്തി. CPI കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം AS ഷാജി ഉദ്ഘാടനം ചെയ്തു. LDF ഓച്ചിറ പടിഞ്ഞാറ് മേഖല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. വലിയകുളങ്ങര പള്ളിമുക്കിൽ നടന്ന പരിപാടി CPI കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം AS ഷാജി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഈ ചുവപ്പ് പതാക കൊണ്ട് പൊതിഞ്ഞ മണ്ണാണ് ഈ കരുനാഗപ്പള്ളി മണ്ണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും. ഞാൻ സഖാവ് NSന്റെ വീട്ടിന് മുന്നിൽ ചെന്ന് അവിടെ നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു സഖാവിനെ അവിടെ ഇറക്കിയിട്ടാണ് ഇങ്ങോട്ട് പോരുന്നത്. സഖാവ് NS എന്ന് പറയുന്ന ആ രണ്ടക്ഷരം ഈ കരുനാഗപ്പള്ളിക്കാർക്ക്, ഈ കൊല്ലം ജില്ലക്കാർക്ക്, ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മനസ്സുടെ ആദ്യത്തിലും മറക്കാൻ കഴിയുന്ന പേരാണ് സഖാവ് NSന്റെ പേര്. എന്റെ നാട്ടിൽ വെച്ചാണ് അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് നമ്മെ അകാലത്തിൽ വിട്ടുപോയത്. കൊട്ടാരക്കരയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടുപോയി. അങ്ങനെയുള്ള ഒരു മഹാമനുഷ്യനെ മറക്കാൻ ഈ മണ്ണിന് കഴിയുമോ? അദ്ദേഹത്തിന് ജന്മം നൽകിയ നാടാണ് ഈ കരുനാഗപ്പള്ളി മണ്ണ്. ഒരുപാട് മഹാരഥന്മാരായ നേതാക്കന്മാരെ നമ്മൾ മനസ്സാ സ്വീകരിച്ച മണ്ണാണ് ഈ മണ്ണ്. ഒരു കാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക്, അതിന്റെ പ്രവർത്തകർക്ക് വഴി നടക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ പതാകയും വഹിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച മഹാരഥന്മാരായ നേതാക്കന്മാർ, സഖാവ് PS ശ്രീനിവാസൻ അടക്കമുള്ള നേതാക്കന്മാർ, ആ നേതാക്കന്മാർക്ക് ആരുടെ വന്നാണ് ഈ കരുനാഗപ്പള്ളിയുടെ വന്ന്. സുരേഷ് നാരായണത്ത് അധ്യക്ഷത വഹിച്ചു. K നൌഷാദ് സ്വാഗതം പറഞ്ഞു. CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം PB സത്യദേവൻ, S കൃഷ്ണകുമാർ, K സുഭാഷ്, RD പത്മകുമാർ, ബാബു കൊപ്പാറ, അബ്ദുൾ ഖാദർ, സലാം അഹ്ലന, കബീർ എൻസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ 5 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു MLA-യുടെ പേരാണ് സഖാവ് R. രാമചന്ദ്രൻ. R. രാമചന്ദ്രൻ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് പറയട്ടെ, കരുനാഗപ്പള്ളിയിൽ വിസ്മയം തീർത്ത ഒരു MLA ആയിരുന്നു സഖാവ് R. രാമചന്ദ്രൻ. കരുനാഗപ്പള്ളിയിൽ 1600 കോടി രൂപയുടെ ഒരു വിസ്മയമാണ് സഖാവ് R. രാമചന്ദ്രൻ ജനതയ്ക്ക് സമ്മാനിച്ചത്. ആ ജനതയ്ക്ക് സമ്മാനിച്ചു പോയ R. രാമചന്ദ്രൻ ഫണ്ട് നിർവഹണവുമായി ഏറെ മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല, 1600 കോടി രൂപയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.